നമസ്കാരം, ഞാൻ ഡോക്ടർ ഷമീം, കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിനിക്കൽ ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യമായിട്ടുള്ള ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയെക്കുറിച്ചാണ്. നമുക്ക് ആഹാരങ്ങൾ കേടായതോ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്തതോ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കുക്ക് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കാറുള്ളത്. അതുതന്നെ നമുക്ക് പല രീതിയിൽ അല്ലെങ്കിൽ പല സമയത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് നമുക്ക് ഇല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ പാരസൈറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഭക്ഷ്യവിഷബാധ ഏൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് കാണുന്ന ലക്ഷണങ്ങളും ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇനി വൈറൽ ഇറ്റിയോളജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ലക്ഷണങ്ങൾ കണ്ടുവരാം. ഒരു 2 മുതൽ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇനി ചില ബാക്ടീരിയകളും ഇത്ര നേരത്തെ തന്നെ ചിലപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. അല്ല, കുറച്ച് ബാക്ടീരിയകളെല്ലാം നമുക്കൊരു 6 to 12 hours സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ്. ഇനി എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആദ്യമേ നമുക്കുണ്ടാകുന്നത് വയറുവേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് വൊമിറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിർത്താതെയുള്ള ഛർദി ഉണ്ടാവാം, വയറിളക്കം അനുഭവപ്പെടാം. പിന്നീട് നമുക്ക് ഉണ്ടാകുന്നതാണ് നമുക്ക് സിങ്കോപ്പ് അല്ലെങ്കിൽ ഒരു തലകറക്കം അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിർത്താതെയുള്ള തലവേദന അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. ഇനി ഈ ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നോ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് മൂലം ഈ ലക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് ചിലപ്പോൾ ഭക്ഷ്യവിഷബാധയായിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിൽ കൊടുക്കാവുന്ന കുറച്ച് ഫസ്റ്റ് എയ്ഡ് മുഖേന നമുക്ക് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഇതിന് കൊടുക്കാവുന്നതാണ്. ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്കുണ്ടാവുന്നതാണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം എന്നുള്ള ആ ഒരു കണ്ടീഷൻസിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിലോട്ട് പോകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ ചെയ്യേണ്ടത്. ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇനി ഏത് വെള്ളം കുടിക്കാൻ കൊടുക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു വൊമിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വീണ്ടും നമ്മൾ വെള്ളം കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വൊമിറ്റ് ചെയ്ത് വീണ്ടും അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങളിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളം കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വെള്ളത്തിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ ഓറഞ്ച് നീരോ ഒഴിച്ച് ശകലം ഉപ്പും അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ആക്ച്വലി ആ വെള്ളം കുടിക്കാൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇളനീർ വെള്ളം നല്ലതാണ്, ഇളനീർ വെള്ളം ആക്ച്വലി കുടിക്കാൻ കൊടുക്കാം. അങ്ങനെ ഏത് വെള്ളം കുടിക്കണം എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്, വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിയുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ പൊറോട്ട, ചപ്പാത്തി അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റം, മസാല ചേർത്തുള്ള നോൺ വെജുകളെല്ലാം നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചൂടുള്ള കഞ്ഞി വിത്ത് ഒരു വെജിറ്റേറിയൻ ഫുഡായിരിക്കണം നമ്മൾ ഈ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ അഫക്റ്റ് ചെയ്ത സമയത്ത് കഴിക്കേണ്ടത്. ഇനി കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഏറ്റ് ഒരു 24 മണിക്കൂറിൽ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വയറിളക്കത്തിൽ ചെറുതായിട്ട് രക്തത്തിൻ്റെ അംശം കണ്ടു തുടങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്ത് രക്തത്തിൻ്റെ അംശം കണ്ടു തുടങ്ങുക, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഈ ഛർദിയോ അല്ലെങ്കിൽ വയറിളക്കോ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു ഒറ്റമൂലി ചേർത്ത് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഇൻഫെക്ഷൻ കൂട്ടാനുള്ള ചാൻസിലോട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വിഷബാധ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വയറിളക്കത്തിലൂടെ പോകുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. അത് എങ്ങനെ ആ പോകുന്നതിൽ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക വിത്ത് ഹൈഡ്രേഷൻ ആൻഡ് ദിസ് തിങ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 24 മണിക്കൂറിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്താം.